ഹായ്, ഞാൻ ഡോക്ടർ അബിൻ ജോണി. HMPV അണുബാധ എന്താണ്, ഇതിൻ്റെ ലക്ഷണങ്ങളും പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചുള്ള വീഡിയോ എൻ്റെ ഈ ചാനൽ ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവർക്കായി വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലും കൊടുക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് HMPVയും COVID-19 തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ്. എന്താണ് HMPV, എന്താണ് COVID-19? ഇവ രണ്ടും ശ്വസന അണുബാധകളാണ്. പക്ഷേ ഇവ വ്യത്യസ്ത വൈറസുകൾ മൂലമാണ് ഉണ്ടാകുന്നത്. വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളും ഇവയ്ക്കുണ്ട്. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങളാണ്: HMPV അണുബാധ പാരാമിക്സോവിറിഡേ കുടുംബത്തിലെ അംഗമായ ഹ്യൂമൻ മെറ്റാബ് ന്യൂമോ വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. COVID-19 എങ്കിൽ കൊറോണ വിറിഡേ കുടുംബത്തിലെ അംഗമായ SARS-CoV-2 വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. SARS-CoV-2 എന്ന് പറഞ്ഞാൽ സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം കൊറോണ വൈറസ് 2 എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവയുടെ ലക്ഷണങ്ങൾ HMPVയിൽ സാധാരണയായി നേരിയതോ മിതമായതോ ആയ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്ക് കാരണമാകുന്നു. ചുമ, പനി, മൂക്കടപ്പ്, ശ്വാസതടസ്സം, വീസിംഗ് എന്നിവയാണ് ലക്ഷണങ്ങൾ. ചെറിയ കുട്ടികൾ, പ്രായമായവർ, രോഗപ്രതിരോധശേഷി കുറഞ്ഞ വ്യക്തികൾ എന്നിവരിൽ ഇത് കൂടുതൽ ഗുരുതരമായ രോഗത്തിന് കാരണമാകുന്നു. COVID-19 ലക്ഷണങ്ങൾ വളരെ വ്യത്യസ്തമാണ്. നേരിയ ജലദോഷം പോലുള്ള ലക്ഷണങ്ങൾ മുതൽ കഠിനമായ ന്യൂമോണിയ അല്ലെങ്കിൽ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം അതായത് ARDS വരെ വരാൻ സാധ്യതയുണ്ട്. സാധാരണ ലക്ഷണങ്ങളിൽ പനി, ചുമ, ശ്വാസതടസ്സം, ക്ഷീണം, രുചിയോ മണമോ നഷ്ടപ്പെടൽ, തൊണ്ടവേദന, തലവേദന എന്നിവ ഉൾപ്പെടുന്നു. COVID-19 ഗുരുതരമായ സങ്കീർണതകൾക്ക് അതായത് കോംപ്ലിക്കേഷൻസിന് കാരണമാകുന്നു. പ്രത്യേകിച്ച് പ്രായമായവരിലും ശ്വാസകോശ രോഗമുള്ളവരിൽ, പ്രതിരോധശേഷി കുറഞ്ഞവരിൽ ഗുരുതരമാകാം. ഇവ എങ്ങനെ പകരുന്നു എന്ന് നോക്കിയാൽ HMPV രോഗബാധിതനായ ഒരാൾ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ പ്രധാനമായും ശ്വസന തുള്ളികളിലൂടെ പടരുന്നു. ഇത് വളരെ വലിയൊരു പകർച്ചവ്യാധിയാണ്, പ്രത്യേകിച്ച് തിരക്കേറിയ അന്തരീക്ഷത്തിൽ. COVID-19 പകരുന്നതും പ്രധാനമായും ശ്വസന തുള്ളികൾ, മലിനമായ പ്രതലങ്ങളുമായുള്ള സമ്പർക്കം, എയറോസോളൈസ് ചെയ്ത കണികകൾ എന്നിവയിലൂടെയാണ് പടരുന്നത്. ഇതും ഒരു പകർച്ചവ്യാധിയാണ്. കൂടാതെ രോഗലക്ഷണങ്ങളില്ലാത്ത വ്യക്തികൾ ഉൾപ്പെടെ കൂടുതൽ കാര്യക്ഷമമായി പടരാൻ കഴിയും. ഇവയുടെ ഇൻക്യുബേഷൻ പീരീഡ് HMPVക്ക് സാധാരണയായി 3 മുതൽ 6 ദിവസമാണ്. അതുപോലെ COVID-19 സാധാരണയായി 2 മുതൽ 14 ദിവസവും. മിക്ക ലക്ഷണങ്ങളും നമ്മൾ സമ്പർക്കം ചെയ്തതിന് ശേഷം 4 മുതൽ 5 ദിവസത്തിനുള്ളിൽ പ്രത്യക്ഷപ്പെടാം. ഇവയുടെ തീവ്രതയും സങ്കീർണതകളും അതായത് കോംപ്ലിക്കേഷൻസും എന്തെന്ന് നോക്കിയാൽ HMPV സാധാരണയായി നേരിയതോ മിതമായതോ ആയ രോഗത്തിന് കാരണമാകുമെങ്കിലും കഠിനമായ ന്യൂമോണിയയിലേക്ക് നയിച്ചേക്കാം. പ്രത്യേകിച്ച് ശിശുക്കൾ, പ്രായമായവർ അല്ലെങ്കിൽ ദുർബലമായ രോഗപ്രതിരോധ ശേഷിയുള്ളവർ ഒന്ന് കരുതലെടുക്കുക. COVID-19 എങ്കിൽ നേരിയതോ കഠിനമായതോ ആകാം. ഗുരുതരമായ കേസുകൾ ന്യൂമോണിയ, ARDS അതായത് അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം, ഇതുകൂടാതെ മൾട്ടിപ്പിളായി ഓർഗൻസ് ഡാമേജ് ആകുക, മരണം എന്നിവയിലേക്ക് നയിച്ചേക്കാം. പ്രത്യേകിച്ച് പ്രായമായവരിലോ രോഗം വന്നാൽ വിട്ടുമാറാത്ത അവസ്ഥയുള്ളവരിലോ ഇവ സംഭവിക്കാം. ഇവയുടെ വാക്സിൻ ലഭ്യത എങ്ങനെ? HMPVക്ക് നിലവിൽ HMPV വാക്സിൻ ഇല്ല. COVID-19 അണുബാധ തടയുന്നതിന് ഒന്നിലധികം വാക്സിനുകൾ വികസിപ്പിക്കുകയും വ്യാപകമായി വിതരണവും ചെയ്തിട്ടുണ്ട്. അതിൽ mRNA അധിഷ്ഠിത വാക്സിനുകളാണ് ഫൈസർ ബയോടെക്, മൊഡെർന തുടങ്ങിയവ. അതുപോലെ വൈറൽ വെക്റ്റർ വാക്സിനുകളാണ് ജോൺസൺ ആൻഡ് ജോൺസൺ, അസ്ട്രാസെനിക്ക തുടങ്ങിയവ ഉൾപ്പെടുന്നു. ഇവയുടെ ഡയഗ്നോസ് ടെസ്റ്റ് നോക്കുമ്പോൾ HMPV രോഗനിർണയത്തിന് സാധാരണയായി PCR ടെസ്റ്റ് അല്ലെങ്കിൽ ശ്വസന വൈറസുകൾക്കായുള്ള ആന്റിജൻ പരിശോധനകൾ വഴിയാണ് കണ്ടെത്താം. COVID-19 രോഗനിർണയം നടത്താൻ PCR പരിശോധനകൾ, റാപ്പിഡ് ആന്റിജൻ പരിശോധനകൾ തുടങ്ങിയവ വഴി വൈറസിന്റെ സാന്നിധ്യം മനസ്സിലാക്കാം. HMPV അണുബാധയെ പ്രതിരോധിക്കാനായി പൊതുവായ ശ്വസന ശുചിത്വം അതായത് കൈ കഴുകൽ, മാസ്ക് ഉപയോഗിക്കുക, രോഗബാധിതരുമായുള്ള അടുത്ത സമ്പർക്കം ഒഴിവാക്കൽ തുടങ്ങിയവ പ്രതിരോധത്തിനായി ശുപാർശ ചെയ്യുന്നു. COVID-19 എങ്കിൽ സാധാരണ മുൻകരുതലുകൾക്ക് പുറമെ COVID-19 പ്രതിരോധ വാക്സിനേഷൻ എടുക്കുക, സാമൂഹിക അകലം പാലിക്കൽ, ഉയർന്ന അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മാസ്ക് ധരിക്കൽ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. ഇതിനെക്കുറിച്ച് ചുരുക്കി പറഞ്ഞാൽ HMPVയും COVID-19 സമാനമായ ലക്ഷണങ്ങളുള്ള ശ്വസന രോഗങ്ങളാണെങ്കിലും അവ വ്യത്യസ്ത വൈറസുകൾ മൂലമാണ് ഉണ്ടാകുന്നത്. കൂടാതെ COVID-19 ഗുരുതരമായ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രത്യേകിച്ച് പ്രായമായവരിലോ അടിസ്ഥാന രോഗങ്ങളുള്ള വ്യക്തികളിലോ ആകാം. COVID-19 വാക്സിനുകൾ ലഭ്യമാണ്, എന്നാൽ HMPVക്ക് വാക്സിൻ ഇല്ല. HMPVയുടെ ഇൻക്യുബേഷൻ പീരീഡ് 3 മുതൽ 6 ഡേയ്സും കോവിഡിൻ്റെ 2 മുതൽ 14 ഡേയ്സും ആണ്.